ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു സേവ് ദ ഡേറ്റ് എടുക്കാൻ പോയിന്ന്. അതിൻ്റെ റീസൺ അതിന് മുന്നത്തെ ഷോർട്സിൽ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. പക്ഷേ എന്നാലും പറയാം, ഞങ്ങളുടെ കല്യാണം സെപ്റ്റംബർ 1 വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. രാവിലത്തെ ചടങ്ങ് കുറച്ച് വേണ്ടപ്പെട്ട ബന്ധുക്കളും ഫ്രണ്ട്സും മാത്രമായിട്ട് വൈകിട്ട് വളരെ വിപുലമായിട്ടുള്ളൊരു റിസപ്ഷൻ നടത്താം, രണ്ട് കൂട്ടരുടെയും കൂടി ഒരുമിച്ച് ഒരു റിസപ്ഷൻ നടത്താം എന്നുള്ളതായിരുന്നു പ്ലാൻ. കാരണം ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പൊതുപ്രവർത്തന രംഗത്ത് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരാനുള്ളത് കൊണ്ട് വൈകിട്ട് വളരെ വിപുലമായിട്ട് പരിപാടി നടത്താനായിരുന്നു പ്ലാൻ. അങ്ങനെ ഒരുപാട് ആളുകളെ ക്ഷണിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ വയനാട്ടിലെ ദുരന്തം സംഭവിക്കുന്നത്. അതുകൊണ്ട് അത് സംഭവിച്ച ഉടനെ തന്നെ നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. നമുക്കിങ്ങനെ പരിപാടി നടത്തണ്ട, ഈ സമയത്ത് ഇങ്ങനെ നടത്തുന്നത് ശരിയല്ല എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. ഞങ്ങൾ രണ്ട് കൂട്ടരുടെയും വീട്ടുകാരോട് പറഞ്ഞു. അവരും പെട്ടെന്ന് തന്നെ ഓക്കെ ആയി. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ആളുകളെ വിളിച്ചതല്ലേ, ഇനി അത് അവരോട് വിളിച്ച് തിരുത്തി പറയുന്നതിനേക്കാൾ നല്ലത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണെന്ന് കരുതിയിട്ട് ആ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആക്ച്വലി ഞങ്ങൾ വന്നത്. കാരണം സേവ് ദ ഡേറ്റിന് ഞങ്ങൾ ഇങ്ങനെ നല്ല പ്ലാൻ ചെയ്തത്. അതിന് വേണ്ടി ഡ്രസ്സും അതുപോലെ തന്നെ കളറൊക്കെ വേറെ ആയിരുന്നു തീം നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സേവ് ദ ഡേറ്റ് എന്തായാലും വന്നല്ലേന്ന് കരുതി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ റിസപ്ഷൻ ഒഴിവാക്കി ആ തുക വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളോടും കൂടി ഞാൻ ആ വിവരം ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണം. പക്ഷേ വളരെ ഒരു സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജസ്റ്റ് ആളുകളെ അറിയിക്കുക എന്നുള്ളത് മാത്രമേ ഒരു പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ പക്ഷേ ഞങ്ങൾ വിചാരിച്ചതിനപ്പുറമായി കാര്യങ്ങൾ. ഒരുപാട് ആളുകൾ നമ്മളെ വിളിച്ച് അഭിനന്ദനങ്ങൾ അർപ്പിച്ചു, സന്തോഷം പറഞ്ഞു, കൂടെ നിന്നു, സപ്പോർട്ട് ചെയ്തു. അങ്ങനെ വളരെ വലിയ നമ്മൾ വിചാരിച്ചതിനേക്കാൾ റീച്ച് കിട്ടി ആ ഒരു വീഡിയോയ്ക്ക്. ഏഷ്യാനെറ്റ് ന്യൂസ്, അതുപോലെ തന്നെ മനോരമ, 24 ന്യൂസ്, 4th TV, ഒരുപാട് ആളുകൾ നമ്മളെ വിളിച്ച് അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെയധികം സന്തോഷം കൂടെ നിന്നതിനും. അതുപോലെ തന്നെ ആദ്യം ഞങ്ങളുടെ പാരൻസിനോടായിട്ട് നന്ദി പറയേണ്ടത്. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ രണ്ട് വീട്ടുകാരും ഒരുമിച്ച് നമ്മുടെ കൂടെ നിന്നു. അതിനും ഒരു വലിയ താങ്ക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ്